ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു കോയമ്പത്തൂർ യാത്രയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ബ്ലോഗിലൂടെ ചെയ്യാൻ പോകുന്നത്. ഇൻട്രോ പാർട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ഞങ്ങൾ 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 4:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഗാന്ധിപുരം എത്തിയിട്ടുണ്ട്. ഇഷാ ടെമ്പിൾ വിസിറ്റ് ചെയ്യാന്നുള്ള ഒറ്റ ലക്ഷ്യം മനസ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എത്തിയതിന് ശേഷം കാജു അവിടെയുള്ള ഗംഗ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, കോയമ്പത്തൂർ. ഞങ്ങൾ അവിടെ നിന്ന് അവളെയും പിക്ക് ചെയ്ത് അവൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ പോയി ഫ്രഷപ്പ് ആയതിനു ശേഷം വീണ്ടും ഇഷ ഫൗണ്ടേഷനിലേക്കുള്ള യാത്ര. ഒരു 1.5 അവറിനുള്ളിൽ ഇഷയിലെത്തി. ഇഷയിലെത്തുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചകളാണിതൊക്കെ. ഫുള്ള് ഗ്രീനറി ആയിരിക്കും. ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അവിടെ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നഴ്സറി ഉണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ ബസ് ഇറങ്ങിയിട്ടുള്ള അവിടുന്ന് ആദിയോഗി ടെമ്പിളിൻ്റെ അടുത്തേക്ക് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടേക്ക് നടക്കുകയാണ്. ചുറ്റും കുറേ കടകളും പിന്നെ അതേപോലെ തന്നെ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം, ഭയങ്കര സമാധാനം നിറഞ്ഞ സ്ഥലം, ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ്. ആദിയോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു യോഗ സെൻറ്റർ കൂടിയാണ്. ടെമ്പിൾ മാത്രമല്ല, ഒരു യോഗ സെൻറ്ററും കൂടിയാണ്. ആദിയോഗീൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഒരു ടെമ്പിളും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഈ ആദിയോഗി ടെമ്പിളിൻ്റെ സ്റ്റാച്യുവിൻ്റെ മുന്നിൽ തന്നെ ആയിട്ടുണ്ട് ഈ ഏരിയൻ്റെ ഫുൾ ലൊക്കേഷന് അവർ അവിടെ ഒരു ലൊക്കേഷൻ മാപ്പ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് എവിടേക്ക് പോകണം എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് രൂപരേഖ അവർ അതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെ അത് പറയണമെന്നറിയില്ല. ഇഷ ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ തന്നെയായിട്ടൊരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിലേക്കുള്ള എൻട്രൻസാണിത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയിട്ടില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ ലേറ്റ് ആവേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങി. അവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് അവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ്. എനിവേ നെക്സ്റ്റ് ടൈം പോകാൻ പറ്റുകയാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടുന്ന് ബസ് കയറിയിട്ടുള്ളത് ഉക്കടയിലേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് കടകളും ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ടും വീട്ടിലേക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു. കാജു ഹോസ്റ്റലിലേക്കും പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കോയമ്പത്തൂർ യാത്രയിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.